ആതിര ഇതെവിടെ പോയി? അയ്യോ, അവളുടെ ഡ്രസ്സൊക്കെ എവിടെ പോയി? ബാഗും കാണുന്നില്ലല്ലോ. ആവണി, മോളെ ആവണി. എന്താ എന്താ അമ്മേ? ആതിര ആന്റി എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും, അമ്മ പോയി നോക്ക്. എടി, അവളുടെ ഡ്രസ്സൊന്നും ഇവിടെ കാണുന്നില്ല. എണീറ്റേ. എല്ലാ ഡ്രസ്സുകളും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി കാണും. ഇങ്ങ് വന്നോളൂ അമ്മേ. കിടന്നുറങ്ങ്. ഈ അമ്മയുടെ ഒരു കാര്യം. ആതിരേ, ആതിരേ. ആതിരേ, ആതിരേ, ആതിരേ. ഇവളിതെവിടെ പോയി? ആതിരേ, ആതിരേ. അമ്മേ, 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 അമ്മ ആതിരയെ കണ്ടോ? ഞാൻ കണ്ടില്ലടി. അവളെ അവിടെ നിന്ന് വഷളായെന്നാ തോന്നുന്നത്. ഗർഭിണിയായ പെമ്പിള്ളാര് ദേഹം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? ഇതാരോട് പറയാൻ? അതാ ഞാനും ചോദിക്കുന്നേ. ഇതൊക്കെ ആരോട് പറയാന്? ആതിര എവിടെയൊന്നും കാണാനില്ല. കാണാനില്ലെന്ന്? അവള് പിന്നെ എവിടെ പോയി? എനിക്കറിയില്ല അമ്മേ. ഞാൻ നോക്കുമ്പോ മുറി തുറന്നു കിടപ്പുണ്ട്. അവളും ഇല്ല, അവളുടെ ഡ്രസ്സുകളും കാണുന്നില്ല. പിന്നെ ഈ പെണ്ണ് രാവിലെ ഇതെവിടെ പോയി? എനിക്കറിയില്ല. അമ്മയൊന്ന് വന്നേ. അച്ഛാ, ആതിര എവിടെയൊന്നും കാണുന്നില്ല. കാണാനില്ലേ? അവിടെ കൊണ്ട് പോയി. അതാ ഞാനും ആലോചിക്കുന്നത്. അപ്പൊ മീര പറയുന്നു റൂമിൽ അവളും ഇല്ല, അവളുടെ ഡ്രസ്സും ഇല്ലാന്ന്. എടി മോളെ, നീ പോയി അനൂപനെ വിളിച്ച് ചെല്ലേ. അവള് പിന്നെ ഇവിടെ പോയതാ? അതാ മാഷ ഞാനും ആലോചിക്കുന്നത്. മീരേ, അമ്മയോടെ? അമ്മ അവിടെയുണ്ട്. ആതിര എവിടെ പോയതാ അമ്മേ? എനിക്കറിയില്ലടാ. നീ അവളെന്ന് വിളിച്ചു നോക്കി. വിളിക്കടാ. കിട്ടുന്നില്ല. എവിടെ പോയി? അപ്പൊ അത് തന്നെ കാരണം. എന്തോന്ന്? അനു പെട്ടെന്ന് ഫോൺ എടുത്ത് അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അച്ഛനെ വിളിച്ചു നോക്കാൻ, എന്നിട്ട് ചോദിക്കേ ആതിര അവിടെ വന്നോ ചോദിക്കേ. വിളിക്കേ. ഹലോ അനുവേട്ടാ. അച്ചു, ആതിര ഇങ്ങോട്ട് വന്നിരുന്നോ? ഇങ്ങോട്ടോ? ഇല്ലല്ലോ. എന്താ അനുവേട്ടാ? അല്ല, ഇവിടെ അവളെ കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല. ആതിര പ്രസവിക്കില്ല എന്ന് അവന്തിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിര പ്രസവിക്കില്ല. അതവൾ ഇവിടെയാണെങ്കിലും ശരി, അവിടെയാണെങ്കിലും ശരി, ഈ ലോകത്ത് എവിടെയാണെങ്കിലും ശരി. ഹലോ അച്ചു. അനുവേട്ടാ. അനുവേട്ടാ, അവൾ ഇവിടേക്ക് വന്നിട്ടില്ല. അല്ല, അവിടെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ കൊണ്ട് വിളിക്കാൻ പറ.
ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി അനുപേട്ട. അച്ഛാ, അവളവിടെ ചെന്നിട്ടില്ല എന്ന്. ഇവള് പിന്നെ എവിടെ പോയി? ശ്ശോ. നമ്മളിനി എവിടെ പോയി അന്വേഷിക്കും? എന്താ ചെയ്യ? ചേട്ടാ, അച്ചുവാണല്ലോ. നീ എടുക്കടാ. നീ ഫോണെടുക്ക്, എന്നിട്ട് സ്പീക്കറുണ്ട്. ഹലോ അച്ചുമോളെ. ആ അനുപേട്ട, അവളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ, ഞാൻ അനുപേട്ടനെ വിളിക്കാം. ശരി മോളെ. അവളെന്താ ഇത്ര രാവിലെ തന്നെ അങ്ങോട്ട് പോയത്? നമ്മളോട് ആരോടും പറയാതെ. അവിടുത്തെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും അവള് പോയല്ലോ, ഇനി നിർബന്ധിച്ച് തിരിച്ചു വിളിക്കാനൊന്നും നിൽക്കണ്ട. നമ്മളോട് പറയാനുള്ള മടി കൊണ്ടാവും അവൾ ആരോടും പറയാതെ പോയത്. നീ ഒന്ന് നിന്നേ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ആ, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ? എന്നിട്ട് ഇന്ന് തന്നെ, അതും ഇത്രയും രാവിലെ, ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്താന്നാ ഞാൻ ചോദിച്ചത്. അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, സ്നേഹം. മനസ്സിലായില്ലേ ചേച്ചിക്ക്? എനിക്ക് സന്ദീപിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലാന്ന്. ഇന്നൊന്ന് നേരം വെളുത്ത് കിട്ടാൻ കാത്തിരുന്നത് എനിക്ക് മാത്രമേ അറിയൂ. ചേച്ചി വീട്ടിൽ വന്ന് നിന്നപ്പോ ചേച്ചി കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് സച്ചേട്ടൻ വെളുപ്പങ്കാലത്ത് കള്ളം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? ആ സെയിം എഫക്റ്റ് തന്നെയാ എനിക്കും. ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഉറപ്പായി എന്റെ വിവാഹം ഉടനെ ഉണ്ടാവും. എടോ, അർച്ചനടുത്ത് വാക്ക് പറഞ്ഞില്ലേ വിവാഹം നടക്കില്ലെന്ന്. അതുകൊണ്ട് എനിക്കൊക്കെ ഒരു ടെൻഷനും വേണ്ട. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കുക. തന്റെ വിഷമം കണ്ടില്ലെന്ന് നടിക്കുന്നവരല്ല ഞാനുൾപ്പെടെ ഇവിടെ എല്ലാവരും. അതുകൊണ്ട് തന്നെ താൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ആഹാ, താനിങ്ങ് പോന്നോ? ഞാനിപ്പോ വന്നതാണോ കുറ്റം? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. അല്ല,
താൻ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്ന് രാവിലെ തന്നെ തിരിച്ചു വന്നോണ്ട് ചോദിച്ചതാ. ഞാൻ ഇങ്ങോട്ട് വരുമെന്നല്ലോ, സന്ദീപ് അങ്ങോട്ട് വരുമെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നേ. ഇന്നലെ രാത്രി വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് കേട്ടോ? എന്നിട്ട് ഈ നിമിഷം വരെ നീ എന്നെ വിളിക്കെങ്കിലും ചെയ്തോ? അല്ല, അതിന് ഇപ്പൊ നേരം വെളുത്തല്ലേ ഉള്ളൂ. ഞാനങ്ങോട്ട് വരാനിരിക്കായിരുന്നു. വരാനിരിക്കായിരുന്നത്രേ. പാതിരാത്രിക്ക് എന്റെ വീടിന്റെ മതിലും. വേണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത്. ബാക്കി എല്ലാവർക്കും നേരം വെളുത്തിട്ട് കുറെ നേരമായി. നിനക്ക് ഇപ്പോഴും നേരം വെളുക്കാത്ത. അല്ല, അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാനും നീയും സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് നിനക്ക് ഓർമ്മയുള്ള കാര്യമാണല്ലോ. അന്ന് മുതൽ 2 ദിവസം മുൻപ് വരെ ഞാൻ ഇതുവരെ കാണാത്ത, എനിക്ക് ഒരു പരിചയമില്ലാത്ത സന്ദീപിനെ ഞാൻ കാണുന്നത്. ഈ വയറ്റിൽ ഞാൻ ചുമന്നോട് നടക്കുന്നത് നിന്റെ കുഞ്ഞിനെയാ. ആ ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാവണം. അതിരെ, താനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. അത് തന്നെയാ നിന്റെ എന്റെ പ്രശ്നം. ആതിര, ശരിക്കും എന്താ പ്രശ്നം? എന്തിനാ ആതിര ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നതിന്റെ കാരണം നിന്നോട് ബോധിപ്പിക്കണോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അഭിപ്രായം പറയാൻ നീ ആരാ? നിനക്ക് എന്താ ഞങ്ങളുടെ റൂമിൽ കാര്യം? അത് ഞാൻ സന്ദീപിനോടൊരു കാര്യം പറയാൻ. ആ കാര്യമൊക്കെ ഈ മുറിക്ക് പുറത്ത് ഇറങ്ങിപ്പോ വെളിയില്. ഇനി ഞാൻ നിന്നെ പിടിച്ചിറക്കണോ? അനക്ക് അതെ, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്തിനാ അനക്കെ വിഷമിപ്പിച്ച് പറഞ്ഞു വിട്ടത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവളുടെ വിഷമം മാത്രമേ സന്ദീപ് കാണുന്നുള്ളൂ. നീ മറന്നിട്ടില്ലല്ലോ ഒന്നും. നമ്മുടെ വിവാഹത്തിന് മുൻപും ശേഷവും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവള് കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്നൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ല. സന്ദീപ് എല്ലാം മറന്നാലും ഞാനൊന്നും മറക്കില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നല്ലേ നിന്റെ സംശയം? ദേഷ്യമല്ല എനിക്ക്, ഉള്ളിലുള്ള എന്റെ വിഷമോ ഇതൊക്കെ. ഗർഭിണിയായ ഞാൻ എന്റെ ഭർത്താവിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്നും കിട്ടാതെ വരുമ്പോ ഞാൻ പ്രതികരിച്ചൊന്ന് വരും. പണ്ടെന്നെ സ്നേഹിച്ചിരുന്ന സന്ദീപല്ല ഇപ്പൊ. വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. ഒരു കാമുകിയുടെ പരിഗണന പോലും ഒരു ഗർഭിണിയായി എനിക്ക് നിഷേധിക്കുമ്പോ നെഞ്ച് പിളർന്നു പോവും, കരച്ചില് വരും, ദേഷ്യപ്പെടും. വിവാഹം കഴിഞ്ഞ് കുറെ നാള് കഴിയുമ്പോ ഭാര്യ മടുക്കുന്ന ഒരു ഭർത്താവായി എന്റെ ഭർത്താവ് മാറരുത്. അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല. ഇതൊക്കെ എനിക്ക് നിന്നോട് പറയേണ്ടി വരുന്നത് മറ്റൊരു ഗതികേട്. ഗർഭിണിയായ ഭാര്യ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറച്ചിൽ മാത്രം പോരാ. അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണം. അതിരെ, താൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഞാൻ കാരണം തനിക്ക് എന്തോ വിഷമമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. എടോ, താൻ വിളിച്ചപ്പോ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല. അത് എന്റെ തെറ്റ് തന്നെയാ. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു തരത്തിൽ അവഗണിച്ചിട്ടില്ല. മനഃപൂർവ്വം അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ എന്നോട് ക്ഷമിക്കും. പിന്നെ താൻ പറഞ്ഞില്ലേ എനിക്ക് തന്റെയും നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന്? അതൊക്കെ എനിക്കല്പം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാ. നീയും നമ്മുടെ ഈ കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഈ ലോകത്ത് മറ്റാരും. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തും
താൻ എന്നെ കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത് ഇനി. എന്റെ ജീവിതത്തില് താനേ ഉള്ളൂ. ഇനി എന്നും താൻ മാത്രമേ ഉണ്ടാവൂ. സച്ചേട്ടൻ എന്തായിരുന്നു നേരത്തെ? ഓഫീസിലേക്ക് പോകുന്ന വഴി ഒന്ന് രണ്ടിടത്ത് ഇറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു. താനേ ആതിരന്ന് വിളിക്കേ, എന്നിട്ട് ചോദിക്കേ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടോന്ന്. ഞാനേ അതുവഴിയാ പോകുന്നേ. ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ല സച്ചേട്ടാ. അവള് രാവിലെ തന്നെ ഇവിടെ എത്തി. ആതിര വന്നോ? വീട്ടിൽ ആരും അറിയാതെ രാവിലെ തന്നെ ആശാത്തി അവിടുന്ന് മുങ്ങി. ഞാൻ ചോദിച്ചപ്പോ പറയാ ഭർത്താവിനെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാണെന്ന്. പണ്ട് ഞാൻ വീട്ടിൽ നിന്നപ്പോ സച്ചേട്ടൻ എന്നെ കാണാൻ വന്നില്ലേ, അതും കൂടി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചേട്ടനോട്? ഞാൻ ഇവിടുന്ന് മാറി നിന്നാ സച്ചേട്ടൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവോ? എന്നെ കാണും തോന്നോ? അതിന്റെ ഉത്തരം തനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. താനിപ്പോ അത് പറഞ്ഞും കഴിഞ്ഞു. തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഞാനൊന്ന് വെളുപ്പിന് തന്നെ കാണാൻ വന്നതും തന്നെ ശല്യപ്പെടുത്താതെ കണ്ടിട്ട് തിരികെ പോകുന്നതും. കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല. സച്ചിൻ ഇപ്പോ അത് ഓർത്തിരിക്കുകയല്ലേ? ഞാൻ അന്നേരം ഉറങ്ങല്ലായിരുന്നു. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഉണർത്താതെ പോയതിലുള്ള വിഷമം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. തനിക്കെന്നെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങോട്ട് വരണമായിരുന്നു. കണ്ടില്ലേ ആതിര വന്നത്? അതുപോലെ. അവിടെ അത്രയും ധൈര്യമൊന്നും എനിക്കില്ല സച്ചേട്ടാ. ആര് പറഞ്ഞു? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള സ്ത്രീ എന്റെ ഭാര്യ. എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും വന്നു നോക്കട്ടെ, അപ്പൊ കാണാം. ഇപ്പം പാവമായിട്ടിരിക്കുന്ന ഈ ദേവി ഭദ്രകാളിയാവുന്നേ. പെട്ടെന്ന് എന്ത് പറ്റി? മുഖത്തിന്റെ വോൾട്ടേജ് അങ്ങ് കുറഞ്ഞല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, എത്രയോ ദിവസത്തിന് ശേഷം ഈ മുറിയിരുന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നത്. എന്നും ഓരോ പ്രശ്നങ്ങളാ. എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും നമുക്കിടയിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ്. നമുക്ക് മാത്രമായിരിക്കോ സച്ചേട്ട ഇങ്ങനെ? അതോ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവോ? നമ്മളെപ്പോലുള്ളവരുടെ അവസ്ഥയെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഉറപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം, നമ്മളെപ്പോലെ നമ്മളേ ഉള്ളൂ. ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നില്ല എന്ന് കരുതി തനിക്കത് വലിയ സങ്കടമാവോ? താൻ ഇടയ്ക്കത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ചോദിച്ചതാ. വിഷമം വരുമെന്ന് ചോദിച്ചാ
ഇടയ്ക്ക് വിഷമം വരും. പക്ഷേ അപ്പോഴൊക്കെ സച്ചേട്ടനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത് ഓർത്ത് ആ വിഷമം അങ്ങ് ഇല്ലാണ്ടാവും. നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ സ്നേഹബന്ധത്തിന് ഒന്നും പറ്റരുതെന്ന എൻ്റെ ആഗ്രഹം. ഈശ്വരൻ തോന്നുമ്പോൾ നമുക്ക് തരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. സച്ചേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി.